ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ തന്റെ നിർദ്ദേശപ്രകാരം ആരും ചുട്ടുകൊന്നിട്ടില്ല എന്ന് ചന്ദ്രശേഖരൻ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ജയിലിൽ കഴിഞ്ഞിരുന്ന ചന്ദ്രശേഖരന്റെ കൂട്ടാളികളെ വീണ്ടും ഒരിക്കൽ കൂടി കോടതിയുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുകയാണ്. മുത്തശ്ശി എന്താ പറ്റി? അല്ല മുത്തശ്ശി വല്ല സ്വപ്നം കണ്ടോ? അതേടാ, പ്രിയങ്ക വരുന്നതായിട്ട് സ്വപ്നം കണ്ടു. അവള് നിന്നെ അയ്യേ, എന്താ മുത്തശ്ശി ഇത്? രാത്രി മുഴുവൻ പ്രിയങ്കയുടെ കാര്യങ്ങൾ പറഞ്ഞു കിടന്നിട്ട് സ്വപ്നം കണ്ടതാ. എന്നിട്ട് ഇങ്ങനെ കിടന്ന് കരഞ്ഞാലോ? എനിക്ക് പേടിയുണ്ട് മക്കളെ. അവള് വെറുതെ ഇരിക്കില്ല. എന്റെ മോൻ എന്തെങ്കിലും പറ്റിയാല് മുത്തശ്ശിക്ക് അത് സഹിക്കാൻ പറ്റുമോ? എനിക്കൊന്നും സംഭവിക്കില്ല. നോക്ക്, പ്രിയങ്ക ഇപ്പൊ നോർമൽ അല്ലല്ലോ. ഇനി അഥവാ പ്രിയങ്ക നോർമലായിട്ട് തിരിച്ചു വന്നാൽ പോലും എനിക്കെന്നല്ല, ഈ വീട്ടിലുള്ള ആർക്കും ഒന്നും പറ്റാൻ പോകുന്നില്ല. മോളെ, എന്റെ മോന്റെ അടുത്ത് ഒന്ന് പോവോ? പോവോ? ഇതിനുള്ള ഉത്തരം മോനോട് നല്ല ഭംഗിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരുണ്ണ എനിക്ക് തന്നതാരാ? മുത്തശ്ശിയല്ലേ? ഈ ആയുസ് മുഴുവൻ ഞാൻ വരുണ്ട കൂടെ തന്നെ ഉണ്ടാവും. കേട്ടല്ലോ? പ്രിയങ്ക വന്നാൽ നിങ്ങൾ ആരും അതിനെ കുറിച്ച് പേടിക്കണ്ട. അത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. പോരെ മുത്തശ്ശി, ഇത്രയും ധൈര്യത്തോടെ അയാൾ കൂടെ നിൽക്കുമ്പോ വെറുതെ എന്തിനാ നമ്മള് പേടിക്കുന്നേ? ഞങ്ങളോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടാ മുത്തശ്ശി ഇങ്ങനെ കാണുന്നതും പറയുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് ഞങ്ങളുടെ ഭാഗ്യം, ഇങ്ങനൊരു മുത്തശ്ശി കിട്ടിയത്. അതെ, കണിമംഗലത്തെ ജയഭാരതി അമ്മ പേടിക്കുമ്പോ ഉറച്ചു നിൽക്കുന്ന രണ്ട് പടയാളികളായിട്ട് ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും. പോരെ? പോയിക്കിടന്ന് ഉറങ്ങാൻ നോക്കും. പ്രിയങ്കയ്ക്കിപ്പോ കാര്യങ്ങളൊക്കെ ഓർക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ആ, ഇടയ്ക്കിടയ്ക്ക് നല്ല ഓർമ്മയാ സാറേ. പിന്നെ ചില നേരം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ചികിത്സയിലിരിക്കുന്ന ആളായതുകൊണ്ട് കോടതിക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. കുട്ടിയുടെ പേരെന്താ? പ്രിയങ്ക.
അപ്പോ ഈ മല്ലി ആരാണ്? എനിക്ക് അറിഞ്ഞൂടെ സർ. പ്രിയങ്കയുടെ അച്ഛനമ്മമാരുടെ പേരൊന്ന് പറയാമോ? അച്ഛൻ ദേവനാരായണൻ തിരുമേനി, അമ്മ യശോദ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയറായി. പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയത് ചന്ദ്രശേഖരന്റെ ആളുകളാണോ എന്ന് കോടതി ചോദിക്കും. അപ്പോ അല്ല എന്നാണ് കോടതിയിൽ ബോധിപ്പിക്കേണ്ടത്. ചന്ദ്രശേഖരന് ആ സംഭവവുമായി ഒരു ബന്ധവുമില്ല. മനസ്സിലായോ? അന്ന് പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയ ദിവസം അവിടെ ഒരു പെൺകുട്ടി മരിച്ചിരുന്നു, തീയിൽപ്പെട്ടു. അവൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന്, അത് പ്രിയങ്ക കണ്ടുവെന്നും കോടതിയിൽ പറയണം. അതിനെ ഞാൻ കണ്ടില്ലല്ലോ സർ. പ്രിയങ്ക കണ്ടുവെന്ന് പറഞ്ഞാ മതി. അതോടെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. പ്രിയങ്ക, ഈ അവസരത്തിൽ അച്ഛൻ പുറത്തിറങ്ങേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അച്ഛനെ രക്ഷിക്കാൻ പ്രിയങ്കയുടെ വാക്കുകൾക്ക് കഴിയും. അഡ്വക്കേറ്റ് പറഞ്ഞു തന്നതുപോലെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കോടതിയിൽ പറയണം. പറയാം. ആ, അപ്പൊ നമുക്കിനി കോടതിയിലേക്ക് പോവാം. പോ. പറ്റിച്ച്. യുവർ ഓണർ, പ്രിയങ്ക മരിച്ചു എന്ന് പറയുന്ന ആ സ്ഥലത്ത് കൊല്ലപ്പെട്ട പെൺകുട്ടി ആരാണെന്ന് വ്യക്തമാക്കാൻ അന്നേ ദിവസം ആ പരിസരത്ത് തമ്പടിച്ചിരുന്ന നാടോടി സംഘത്തിലെ ഒരംഗത്തെ കോടതിയിലേക്ക് വിളിക്കാൻ ഉത്തരവുണ്ടാകണം. കൊല്ലപ്പെട്ട മല്ലിയുടെ അമ്മ ചെമ്പകം ഹാജരാവേണ്ടതാണ്. ഉങ്ക പേരെന്നാ? செம்பகம். മകളുടെ പേര്? மல்லி. നിങ്ങളുടെ മകളെ കാണാതായി എന്ന് പറയുന്നത് സത്യമല്ലേ? ஆமா, நிஜம்தான். യുവർ ഓണർ, ഈ നിൽക്കുന്ന ചെമ്പകത്തിന്റെ മകളാണ് അന്ന് കത്തിക്കരിഞ്ഞു പോയ ആ പെൺകുട്ടി. അങ്ങനെ ഒരു പെൺകുട്ടിയെ തന്റെ നിർദ്ദേശപ്രകാരം ആരും ചുട്ടുകൊന്നിട്ടില്ല എന്ന് ചന്ദ്രശേഖരൻ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ജയിലിൽ കഴിഞ്ഞിരുന്ന ചന്ദ്രശേഖരന്റെ കൂട്ടാളികളെ വീണ്ടും ഒരിക്കൽ കൂടി കോടതിയുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുകയാണ്.